നടൻ മോഹൻലാൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യം അദ്ദേഹത്തിൻ്റെ രൂപം, ഭാവം, ഡയലോഗ് തുടങ്ങിയവയെല്ലാം അനുകരിക്കുന്നത് ഡീഫേക്ക് വീഡിയോകളിലൂടെ AI വീഡിയോകളിലൂടെ പുനർനിർമ്മിക്കുന്നത് എല്ലാം തടയണം എന്നാണ് ആവശ്യം. ഈ IPR രംഗത്ത് വിദഗ്ധനായിട്ടുള്ള സുൽഫിക്കർ അലിയാണ് അഭിഭാഷകൻ നമ്മോടൊപ്പം ചേരുന്നത്. ഇത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഹർജി സമർപ്പിക്കാൻ കഴിയുന്നത്? കാരണം ഭരണഘടന എല്ലാവർക്കും ഒരേപോലെ അവകാശങ്ങളാണ് തരുന്നത്. അപ്പോൾ സെലിബ്രിറ്റി എന്നുള്ള സ്റ്റാറ്റസ് ഭരണഘടന അംഗീകരിക്കുന്നുണ്ടോ? ഇത് ഏതെങ്കിലും ഒരു പ്രത്യേകമായൊരു നിയമത്തിൻ്റെ കീഴിൽ ഇത് പേഴ്സണാലിറ്റി റൈറ്റ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു വ്യക്തിയുടെ ഭരണഘടനാപരമായ അവകാശത്തോടൊപ്പം തന്നെ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു സിറ്റിസൺ എന്നുള്ള നിലക്ക് നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിന്നും ഒരാളൊരു പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പെർഫോമൻസിലൂടെ, സോഷ്യൽ ആക്ടിവിറ്റീസിലൂടെ സമൂഹത്തിൽ അദ്ദേഹം നേടിയെടുക്കുന്ന ഒരു സ്റ്റാറ്റസ്, ഒരു ഡിഗ്നിറ്റി, അതൊരു വ്യക്തി എന്നതിനപ്പുറത്ത് ഒരു പേഴ്സണാലിറ്റി ആയി അദ്ദേഹം മാറുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ അദ്ദേഹം ആർജിച്ചെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, അതിൻ്റെ ഡിഗ്നിറ്റി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കഴിവുകളുണ്ട്, പെർഫോമൻസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വയാർജിതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പല റൈറ്റ്സുകളുമുണ്ട്. ഈ പേഴ്സണാലിറ്റി റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാവശ്യമായിട്ടാണ് ഇപ്പോൾ മോഹൻലാൽ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിലെന്താണ് വരുന്നത് വെച്ചാൽ ഇതിൽ IPRൻ്റെ തന്നെ മറ്റൊരു IPR ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസാണ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് പാറ്റൻറ്റ്, കോപ്പിറൈറ്റ് പോലെയുള്ള ട്രേഡ് മാർക്സ് പോലെയുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസാണ് നമ്മുടെ ബൗദ്ധികമായ അവകാശങ്ങൾ, നമ്മൾ നേടിയെടുത്ത പ്രോപ്പർട്ടി റൈറ്റ്സ്. ഈ പേഴ്സണാലിറ്റി റൈറ്റ് എന്ന് പറയുന്നത് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള സ്വീകാര്യത, അദ്ദേഹത്തിൻ്റെ ഡിഗ്നിറ്റി, ഇതൊക്കെ കമേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന അളവിലേക്ക് അത് വളർന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുമതിയോ സമ്മതമോ അറിവോ കൂടാതെ മറ്റേതെങ്കിലും വ്യക്തികളോ സ്ഥാപനങ്ങളോ ആ പേഴ്സണാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് കമേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കുന്നതിനെ തടയണം എന്നുള്ള ആവശ്യമാണ് ഇത്തരത്തിലൊരു സൂട്ട് ഫയൽ ചെയ്യുന്നതിലൂടെ മോഹൻലാലോ അല്ലെങ്കിൽ അതുപോലുള്ള വ്യക്തികളോ കോടതിയോട് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ AI വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നതാണ്, അത് തടയണം എന്നുള്ളൊരു കാര്യം മോഹൻലാൽ ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ ഇപ്പോൾ മെറ്റ ഹാജരായില്ല, മെറ്റയെ വിളിച്ചു വരുത്തുന്നുണ്ട്. ഗൂഗിൾ പറയുന്നത് അദ്ദേഹത്തിന് അപകീർത്തിപ്പെടുത്തുന്ന ഏതെങ്കിലും വീഡിയോകളുണ്ടെങ്കിൽ അദ്ദേഹം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് നമ്മളെല്ലാം ശ്രദ്ധിച്ചതാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ബോഡി ഷെയ്മിങ് വരെ നടത്തുന്ന ചില വീഡിയോകളുണ്ട്. അത് ഫോട്ടോ റീപ്രൊഡക്റ്റ് ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ AI വരുത്തുന്ന ഈ ഡീഫേക്കൊക്കെ വരുത്തുന്ന ഒരു സംവിധാനമുണ്ട്, അതിന് അത്തരം പ്രശ്നങ്ങളെ മറികടക്കാൻ സഹായിക്കുമെന്നാണ് കരുതുന്നത്. തീർച്ചയായും ഇപ്പോൾ ഇതിലൊരു ബോഡി ഷെയിം, ഇപ്പോൾ മോഹൻലാൽ വളരെ ഇപ്പോൾ നേരത്തെ ഇത്തരത്തിൽ ഓർഡർ വാങ്ങിയെടുത്തിട്ടുള്ള നമ്മൾ കേട്ടില്ല, അമിതാഭ് ബച്ചനും സച്ചിൻ ടെണ്ടുൽക്കറും പോലെയുള്ള സെലിബ്രിറ്റികൾ ഇത്തരത്തിലുള്ള ഓർഡർ ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിനെ പൊതുവെ പറയുന്നത് ജോൺ ഡു ഓർഡേഴ്സ് എന്നാണ്. കോമൺവെൽത്ത് ലീഗൽ സിസ്റ്റത്തിൽ ജോൺ ഡു ഓർഡേഴ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിൽ ഇന്ത്യയിലാണെങ്കിൽ അശോക് കുമാർ ഓർഡർ എന്നും പറയും. ഈ ഓർഡറിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ പ്രത്യേകമായി ഒരു ഡിഫൻഡൻറ്റിൻ്റെ ആവശ്യമില്ല. സാധാരണ സൂട്ടുകൾ ഫയൽ ചെയ്യുമ്പോൾ ആവശ്യമല്ലോ ഒരു വ്യക്തിയെയോ ഒരു സ്ഥാപനത്തെയോ ഡിഫൻഡൻ്റായി സ്യൂട്ടിൽ ചേർക്കേണ്ടത്. എതിർകക്ഷി വേണ്ടതില്ല. ഇതിൽ വേണ്ട. അതായത് ഐഡൻറ്റിഫൈ ചെയ്ത വ്യക്തമാക്കപ്പെട്ട ഒരു എതിർകക്ഷി വേണമെന്നില്ല. ഒരു ജനറൽ പബ്ലിക്കിനെയോ അല്ലെങ്കിൽ ഒരു ലാർജർ ഒരു സെക്ഷനെയോ നമുക്കിതിനകത്ത് എന്ത് ചെയ്യാം, ഡിഫറൻ്റായിട്ട് പറയാം. എന്നുവെച്ചാൽ ആരും ഇനി അങ്ങോട്ട് ആര് തന്നെയും എൻ്റെ വ്യക്തിപരമായ എൻ്റെ പേഴ്സണാലിറ്റി റൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് കമേഴ്ഷ്യലായിട്ടോ അല്ലാതെയോ ഉപയോഗിച്ചുകൂടാ. അല്ലെങ്കിൽ അത് ഈ പറഞ്ഞൊരു സോഷ്യൽ മീഡിയയിലോ മറ്റേ ടെലിവിഷനിലോ പബ്ലിക് സ്ട്രീമിലോ മെയിൻ സ്ട്രീം മീഡിയാസിലോ ഒന്നും തന്നെ എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ എൻ്റെ ശബ്ദമോ എൻ്റെ ബോഡിയോ എന്നെ അനുകരിക്കുന്ന രീതിയിലുള്ള പിക്ചറൈസേഷനോ വോയിസ് ഇമിറ്റേഷനോ ഒന്നും ഉപയോഗിച്ചു കൂടാ എന്നുള്ള രീതിയിലുള്ളൊരു റൈറ്റാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ കോടതി പാസ്സാക്കുന്ന ജോൺ ഡു ഓർഡർ എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകം. ഇനി അങ്ങോട്ട് ആരും അത് ചെയ്യാൻ പാടില്ല. അത് കോടതി ഇഞ്ചക്ഷൻ ഓർഡറാണ് പാസ്സാക്കുന്നത്. CPCയിൽ പറയുന്ന പോലെ ഇഞ്ചക്ഷൻ ഓർഡറാണ്, എല്ലാവരെയും തടഞ്ഞുകൊണ്ടുള്ള ഓർഡറാണ്. ഇനി ആ ഓർഡർ വയലേറ്റ് ചെയ്തുകൊണ്ട് ആരെങ്കിലും മോഹൻലാലിൻ്റെ സമ്മതമില്ലാതെ മോഹൻലാലിൻ്റെ ശബ്ദമോ ഈ പറഞ്ഞ പേഴ്സണാലിറ്റി റൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലോ കമേഴ്ഷ്യലായോ അല്ലാതെയോ ഒരു ഇത് ചെയ്താൽ, ആക്ടിവിറ്റി ചെയ്താൽ, ഒന്നുകിൽ അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് നടപടിയെടുക്കാം, അതല്ലെങ്കിൽ വലിയ ഭീമമായ സംഖ്യ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് മോഹൻലാലിന് കേസ് കൊടുക്കാം. അതാണ് ഈ ജോൺ ഡു ഓർഡറിൻ്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത്. അല്ല, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് മോഹൻലാലിൻ്റെ അദ്ദേഹത്തിന് അനുമതി പോലും ചോദിക്കാതെ ചില കടകൾ തുടങ്ങണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉപകരിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം ഇതിനകം തന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ അടയാളപ്പെടുത്തുന്ന ചില ഡയലോഗുകളുണ്ട്. ഇപ്പോൾ നീ പോമോന ദിനേശ എന്ന് പറഞ്ഞാൽ അത് മോഹൻലാൽ തന്നെ പറയുന്നതാണ്. ടീഷർട്ടിൽ മോഹൻലാലിൻ്റെ പേര് അടിക്കുന്നുണ്ട്, മോഹൻലാലിൻ്റെ പടം അടിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു തടയാൻ ഇത് കാരണമാകുമോ? ഇതിൽ മോഹൻലാൽ ഉപയോഗിച്ച ഡയലോഗുകൾ അത് മോഹൻലാലിൻ്റെ റൈറ്റ് അല്ല. ആ ഡയലോഗുകൾ അതിൻ്റെ തിരക്കഥാകൃത്തിൻ്റെ പരിധി അല്ലെങ്കിൽ ആ സിനിമ പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ള ആ കമ്പനിയുടെയോ വ്യക്തിയുടെയോ പേർക്ക് വരുന്ന ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റാണ്.
അതപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ മോഹൻലാൽ ഡയലോഗുകൾ കമേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കുമ്പോൾ അവരുടെ സമ്മതമോ അനുവാദമോ വേണ്ടതുണ്ട്. അത്തരത്തിലൊരു ഡീലിംഗ് ഇല്ലാതെ നടത്തിയാൽ അത് തീർച്ചയായും അവരുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിൻ്റെ വയലേഷനാണ്. എന്നാൽ മോഹൻലാലിൻ്റെ പിക്ചർ പടം ടീഷർട്ടിലടിച്ച് അത് ടീഷർട്ട് കൊമേഴ്ഷ്യലായിട്ട് വിൽക്കുന്നു, അല്ലെങ്കിൽ തൊപ്പിയിൽ വെക്കുന്നു, ഇതൊക്കെ തീർച്ചയായിട്ടും മോഹൻലാലിൻ്റെ പേഴ്സണാലിറ്റി റൈറ്റിൻ്റെ വയലേഷനാണ്. നമ്മുടെ അനുവാദമില്ലാത്ത നമ്മുടെ ഫോട്ടോ വെച്ച് ടീഷർട്ടോ ക്യാപ്പോ ഒന്നും അടിച്ച് അത് കമേഴ്ഷ്യലൈസ് ചെയ്യാൻ പാടില്ല. അത് കോടതി അങ്ങനത്തെ ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഇനി അത് എന്ത് ചെയ്താലും അത് കോടതി ഉത്തരവിൻ്റെ വയലേഷൻ കൂടിയാണ്. വളരെ ഗുരുതരമായ രീതിയിലുള്ള ക്രിമിനൽ കണ്ടംപ്റ്റ് പ്രൊസീഡിങ്സ് വരെ എടുക്കാവുന്ന ഒരു നടപടിക്രമം പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് ആയിരിക്കും. വക്കീൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് അമിതാഭ് ബച്ചൻ സ്വീകരിച്ചിട്ടുണ്ട്, നിരവധി നടന്മാർ ഇതുകൂടാതെ കപൂർ ചെയ്തിട്ടുണ്ട്, ക്രിക്കറ്റ് താരങ്ങൾ ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ, ധോണി തുടങ്ങിയവർ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ചെയ്യുന്നൊരു സംശയം എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരായ ഒരു വ്യക്തിക്ക് എൻ്റെ പേഴ്സണാലിറ്റി സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഇത്തരത്തിൽ കൊടുക്കാൻ കഴിയുമോ? കാര്യം എന്നെ അവഹേളിക്കുന്നു, എന്നെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ട്വിറ്ററിലൊക്കെ അപകീർത്തിപ്പെടുത്തുന്നു, എൻ്റെ ഇമേജ്, എല്ലാവർക്കും ഇമേജ് ഉണ്ടല്ലോ, ആ ഒരു ഇമേജ് പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുന്നു എന്ന തരത്തിൽ ഒരു കേസ് കൊടുക്കാൻ പറ്റുമോ? അത്തരത്തിലൊരു കേസ് ഡിഫമേഷൻ സൂട്ടാണ്. ഇത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഡിഫമേഷൻ സൂട്ടും പേഴ്സണാലിറ്റി റൈറ്റ് സൂട്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഒരാളുടെ ഭാഗത്തുണ്ടായാൽ അതിനൊരു നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ടോ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഡിഫമേഷൻ സൂട്ട് ഫയൽ ചെയ്യാം. അതൊരു ഇഞ്ചക്ഷൻ ഓർഡർ നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം. പക്ഷേ ഈ പേഴ്സണാലിറ്റി റൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സൂട്ട് എന്ന് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. അത് സാധാരണ ഒരു വ്യക്തിക്ക് അല്ല, മറിച്ച് ഒരു വ്യക്തി എന്ന നിലക്ക് അയാളുടെ ഒരു ഈ പറഞ്ഞ പേഴ്സണാലിറ്റി എന്ന് നിയമം ഡിഫൈൻ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ തലത്തിലേക്ക് ഒരാൾ വളർന്നു കഴിയുമ്പോഴാണ് അയാൾക്ക് പേഴ്സണാലിറ്റി റൈറ്റ് ഉണ്ടാകുന്നത്. അതായത് നിങ്ങളുടെ മുഖമോ രൂപമോ ഭാവമോ ശബ്ദമോ ഒരു വ്യാവസായിക പർപ്പസിന്, കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി പരസ്യ കമ്പനികൾക്കോ മറ്റോ അത്തരത്തിൽ ഉപയോഗിക്കാവുന്നൊരു തലത്തിലേക്ക് നിങ്ങൾ വളർന്നു കഴിഞ്ഞാൽ ആ ഒരു നിങ്ങളുടെ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് നിങ്ങളുടെ പേഴ്സണാലിറ്റി റൈറ്റായി മാറുകയാണ്. ആ പേഴ്സണാലിറ്റി റൈറ്റ് സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ കേസ് കൊടുക്കുന്നത്. അതിൽ ഡിഫമേഷൻ വരണമെന്നില്ല. ഇപ്പോൾ മോഹൻലാലിനെ നന്നായിട്ട് ചിത്രീകരിച്ചാലും ഡിഫെയിം ചെയ്യണമെന്നില്ല. ഡിഫെയിം ചെയ്യാതെയും ഒരാളുടെ പേഴ്സണാലിറ്റി റൈറ്റ് നമുക്ക് അബ്യൂസ് ചെയ്യാം. നമ്മളുടെ നേട്ടത്തിന് വേണ്ടി, നമ്മുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി മോഹൻലാലിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് വേണമെങ്കിലും അദ്ദേഹത്തിന് സമ്മതവും അനുവാദവും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? ഇനി അതും നടക്കില്ല. ഈ ഓർഡർ വന്നാൽ അത് നടക്കില്ല. ഇപ്പോൾ നമുക്ക് ധനസംബോധനോ സുൽഫിക്കറിനോ വേണമെങ്കിൽ ഡിഫമേഷൻ സൂട്ട് കൊടുക്കാം. പക്ഷേ മോഹൻലാലിനോ അല്ലെങ്കിൽ മറ്റൊരു സെലിബ്രിറ്റിക്കോ ഒരു പേഴ്സണാലിറ്റി റൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ നമ്മളത് കൂടുതൽ ആദ്യം പ്രൂവ് ചെയ്യണം. ഈ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളൊരു പേഴ്സണാലിറ്റിയായി വികസിച്ചിട്ടുണ്ട്. നമ്മളുടെ രൂപത്തോടും ഭാവത്തോടും ആ പേരിനോട് തന്നെയും മറ്റ് ചില പ്രോപ്പർട്ടീസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്, നമുക്കൊരു കമേഴ്ഷ്യലായിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നിടത്താണ് നമുക്ക് പേഴ്സണാലിറ്റി റൈറ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അഭിഭാഷകൻ ഇപ്പോൾ വാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പത്മഭൂഷൺ കിട്ടിയ ആളാണ്, 4 പതിറ്റാണ്ടായി സിനിമയിലുള്ള ആളാണ്, ഫാൽക്കെ പുരസ്കാരം കിട്ടിയ ആളാണ് എന്നുള്ള കാര്യങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അത്തരത്തിലുള്ള ആർഗ്യുമെൻസിലൂടെ, അത്തരത്തിലുള്ള എലമെൻറ്റുകളിലൂടെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി സ്ഥാപിച്ചെടുക്കുന്നത്. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട പേഴ്സണാലിറ്റിക്കാണ് ഇത്തരത്തിലൊരു റൈറ്റ് കിട്ടുന്നത്, പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. ഡിഫമേഷൻ എന്ന് പറയുന്നത് ആർക്കും കൊടുക്കാവുന്ന സൂട്ടാണ്, ആർക്കും ചെയ്യാം. മാത്രമല്ല ഡിഫമേഷൻ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡിഫെയിം ചെയ്യപ്പെട്ടു, നിങ്ങളുടെ റെപ്യൂട്ടേഷന് ക്ഷതമേറ്റു എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. മറിച്ച് പേഴ്സണാലിറ്റി റൈറ്റിൻ്റെ വയലേഷൻ വരുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ ഡിഫെയിം ചെയ്യണമെന്നില്ല. നിങ്ങളുടെ മുഖമോ രൂപമോ ഭാവമോ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി, കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ താല്പര്യമോ അറിവോ സമ്മതമോ ഇല്ലാതെ ഉപയോഗിച്ചാൽ അത് പേഴ്സണാലിറ്റി റൈറ്റിൻ്റെ വയലേഷനാണ്. അപ്പോൾ നാളെ ഏതെങ്കിലും ഒരു വസ്ത്രക്കട അല്ലെങ്കിൽ സ്വർണ്ണക്കട തുടങ്ങുമ്പോൾ മോഹൻലാലിൻ്റെ പടം അടച്ച് വിളിച്ച് വലിയ ഫ്ലെക്സൊക്കെ വെച്ചാൽ പോലും അത് ശരിയല്ല. ഒരു പോസിറ്റീവായിട്ട് ചെയ്താൽ പോലും മോഹൻലാലിന് അത് ചോദ്യം ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇവർക്ക് വലിയ തുക വരെ ചിലപ്പോൾ ചോദിക്കാൻ പറ്റും. തീർച്ചയായും അതാണ് പേഴ്സണാലിറ്റി റൈറ്റ് ഓർഡർ പ്രൊട്ടക്ട് ചെയ്തൊരു കോടതി ഓർഡർ പാസ്സാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു നാട്ടിൻപുറത്തുള്ള ഒരു ചെറിയ വസ്ത്രവ്യാപാര കടയിൽ പോലും മോഹൻലാലിൻ്റെ ചിത്രം വെക്കുന്നൊരു ഫ്ലക്സ് വെക്കണമെങ്കിൽ തീർച്ചയായും മോഹൻലാലിൻ്റെ സമ്മതം വേണ്ടി വരും. അതാണ് അതിൻ്റെ ചുരുക്കം. മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഇനി മിമിക്രിക്കാർ വേദിയിൽ മോഹൻലാലിനെ അനുകരിക്കുന്നത് എത്രത്തോളം ഇത് നിയമപരമായി വരുമെന്നുള്ളതാണ്. അതൊരു കല എന്നുള്ള നിലക്ക് ആ മിമിക്രിക്കാരൻ ചെയ്യുന്ന ഒരു കലാരൂപം എന്നുള്ള നിലക്ക് ആ നിലയ്ക്ക് പോകും. അത് കാര്യം ഈ മോഹൻലാൽ പറഞ്ഞ ഒരു ഡയലോഗ് ഒരു സിനിമയിൽ പ്രത്യേക സാഹചര്യത്തിൽ ഒരു കഥാപാത്രത്തിൻ്റെ സംഭാഷണം അനുകരിച്ചുകൊണ്ട് മിമിക്രി കലാകാരൻ നടത്തുന്ന ഒരു പെർഫോമൻസ് അത് അയാളുടെ അവകാശവുമായിരിക്കും. അതിന് പ്രശ്നം വരില്ല. പക്ഷേ മോഹൻലാലിൻ്റെ പടമോ മോഹൻലാലിൻ്റെ രൂപമോ മോഹൻലാലിൻ്റെ തന്നെ യഥാർത്ഥ ശബ്ദമോ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി കമേഴ്ഷ്യലായിട്ടോ പരസ്യമായിട്ടോ ഉപയോഗിക്കണമെങ്കിൽ മോഹൻലാലിന് അനുവാദം വേണ്ടി വരും. ലാഭത്തിന്, കച്ചവട താല്പര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ രക്തചുരുക്കം. അവസാനമായി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോൾ എതിർകക്ഷികളില്ല, അപ്പോൾ ഒരാൾ വന്നിട്ട് തിരിച്ചു പറയാൻ കോടതിയിലില്ല, പക്ഷേ ഇപ്പോഴും ഗൂഗിളും മെറ്റയെ വിളിച്ചു വരുത്തുകയാണ്. ഇപ്പോൾ അതെന്തായിരിക്കും? അത് വന്നെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ തന്നെ ഒരുപാട്
ഇത്തരത്തിലുള്ള വീഡിയോകൾ റീലുകളും ഒക്കെ പരസ്യത്തിനും അല്ലാതെയും ഉള്ള കമേഴ്ഷ്യൽ അഡ്വർടൈസ്മെൻറ്റും അല്ലാതെയുമുള്ള ഒരുപാട് റീലുകളും മറ്റും ഈ മെറ്റയിലും ഗൂഗിളിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട്. അത് നീക്കം ചെയ്യണം എന്നൊരു പ്രയർ കൂടി ഈ പെറ്റീഷനിലുണ്ട്. അതുകൊണ്ടാണ് ആ കമ്പനികളെ വിളിച്ചു വരുത്തിയത്. കാര്യം ഇത് നീക്കണമെന്നുള്ള നിർദ്ദേശം ഡയറക്ഷൻ അവർക്ക് കൊടുക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഈ പെറ്റീഷനിലുണ്ട്. ഇനി ആരും ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ളത് മുഴുവൻ നീക്കം ചെയ്യണമെന്ന ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ അത് ഇവരെ കേട്ടാലേ മതിയാവും. അപ്പോൾ ഇന്ന് അവരുടെ അഭിഭാഷകൻ, അതായത് മെറ്റയുടെ അഭിഭാഷകൻ, ഗൂഗിളിൻ്റെ അഭിഭാഷകൻ എടുത്ത നിലപാടാണ് വളരെ നമുക്ക് രസകരമായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് പോയിൻ്റ് അതിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഗൂഗിളിൻ്റെ അഭിഭാഷകൻ പറയുന്നത്, ആദ്യം ഇത് അപ്ലോഡ് ചെയ്ത ആളുകൾ ഇപ്പോൾ ഇവരുടെ പേഴ്സണാലിറ്റി റൈറ്റ് വയലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ആരോപിക്കുന്ന റീലുകൾ അപ്ലോഡ് ചെയ്ത ആളുകളോട് നിർദ്ദേശിക്കണം അത് റിമൂവ് ചെയ്യാൻ. അവർ റിമൂവ് ചെയ്യുന്നില്ല എങ്കിൽ, അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടും അവരത് ചെയ്യുന്നില്ല എങ്കിൽ മാത്രമേ ഞങ്ങളോട് നിർദ്ദേശിക്കാൻ കഴിയൂ. ആദ്യം അവരോട് നിർദ്ദേശിക്കണം. അവർ നിർദ്ദേശിച്ചത് ആ കോടതി നിർദ്ദേശം അവർ പാലിക്കുന്നില്ല എങ്കിൽ ആ ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കത് റിമൂവ് ചെയ്യാം. അല്ലാതെ അവരെ അറിയിക്കാതെ ഞങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഗൂഗിൾ ഇന്ന് കോടതിയിലെടുത്തിട്ടുള്ള സ്റ്റാൻഡ്. അപ്പോൾ അത് നമുക്ക് തരുന്നൊരു സൂചന, ഗൂഗിളോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ പോലെയുള്ള ആളുകൾ അതിൻ്റെ യൂസേഴ്സിന് അല്ലെങ്കിൽ അതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് എത്രത്തോളം ഒരു സിഗ്നിഫിക്കൻസ് അവർ കൊടുക്കുന്നു എന്നുള്ളത് കൂടി ഒരു സൂചനയാണ്. കാര്യം നിങ്ങൾ ആദ്യം അവരോട് നിർദ്ദേശിക്കൂ, അവർ റിമൂവ് ചെയ്യട്ടെ. അവർ റിമൂവ് ചെയ്യുന്നില്ലെങ്കിൽ, കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടും അവർ റിമൂവ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒറ്റ ഗ്രൗണ്ടിൽ ഞങ്ങൾക്ക് നീക്കം ചെയ്യാം. അല്ലാതെ അവരെ അറിയിക്കാതെ ഞങ്ങൾക്ക് നീക്കം ചെയ്യാൻ കഴിയില്ല എന്നുള്ള സ്റ്റാൻഡാണ് ഇന്ന് ഗൂഗിൾ എടുത്തിട്ടുള്ളത്. കാര്യങ്ങൾ വ്യക്തമാണ്. മോഹൻലാലിൻ്റെ ശബ്ദവും രൂപവും അദ്ദേഹത്തിൻ്റെ വീഡിയോകളും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും ഒന്ന് ഉപയോഗിക്കുന്നവർ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. അതുൽ ചന്ദ്രനൊപ്പം ഡി ധനസുമോദ്, മീഡിയ 1, ഡൽഹി.